സുനിൽ ഐസക്കിലേക്ക് പോവുകയാണ്. സുനിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില സൂചനകൾ മാത്രമായിരുന്നു ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. ഇന്ന് ഈ സമയത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ആ സൂചനകളെല്ലാം വിരൽ ചൂണ്ടുന്നത് വി ഡി സതീശനിലേക്കാണോ? സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ച അതിന്റെ ക്ലൈമാക്സിലേക്ക് എടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. അത് സംബന്ധിച്ച് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ഒന്നുകിൽ KC അല്ലെങ്കിൽ VD എന്ന തരത്തിലേക്ക് അവസാനം മുഖ്യമന്ത്രി ചർച്ചകൾ എത്തി നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ക്യാമ്പുകളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതായത് നമ്മൾ കാണുന്നുണ്ട് VD സതീശന്റെ വീട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തുന്നു എന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. അത് ഒന്നുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹവും ദീപാദാസ് മുൻഷിക്കൊപ്പം കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു കൗതുകം കൂടിയുണ്ട്. എന്തായാലും അതിനൊപ്പം രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്കും ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെയും നമ്മുടെ യൂണിറ്റ് ഉണ്ട്, അവിടെയും നമ്മുടെ റിപ്പോർട്ടറുണ്ട്. അവിടേക്കും ഈ പറഞ്ഞതുപോലെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. അതായത് KC VD ചർച്ചകൾക്കിടയിൽ ഒരുപക്ഷേ ഒരു ഒത്തുതീർപ്പ് മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് രമേശ് ചെന്നിത്തല എത്താനുള്ള സാധ്യത ആ പക്ഷവും കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ അത്യന്തം ഉദ്വേഗം നിറഞ്ഞ ഒരു ക്ലൈമാക്സിലേക്കാണ് മുഖ്യമന്ത്രി ചർച്ച എത്തുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആത്മവിശ്വാസം ആരും പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. ഒപ്പം ഉത്കണ്ഠയുടെ മുൾമുനയിലുമാണ് എല്ലാ നേതാക്കളും അവരുടെ അണികളുമെന്ന് പറയാതിരിക്കാനും കഴിയില്ല. ഇന്നലെ രാവിലെ വരെ ഉണ്ടായിരുന്ന ഒരു ചിത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാവിലെയോടുകൂടി ഏതാണ്ട് KC വേണുഗോപാൽ എന്ന ഒറ്റ പേരിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയതാണ്. അതേതാണ്ട് ഉറപ്പിച്ചതാണ്. അപ്പോഴാണ് VM സുധീരനും ഒപ്പം KM മുരളീധരനും അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തുന്നതും ഡൽഹിയിൽ വിശദമായ ചർച്ച രാഹുൽ ഗാന്ധിയുമായി നടത്തുകയും ചെയ്യുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ നേരമാണ് VM സുധീരൻ കേരളത്തിലെ സ്ഥിതിഗതികളെക്കുറിച്ച്, രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച്, UDF മുന്നണി സംവിധാനത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളെക്കുറിച്ച്, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച്, ഒപ്പം പൊതുവികാരം എന്താണ് തുടങ്ങിയ നിരവധിയായ ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകുന്നത്. അതോടുകൂടി വീണ്ടും ഉദ്വേഗം ഉണ്ടാവുകയാണ്. അതായത് ചർച്ച വീണ്ടും വഴിമാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇന്ന് രാവിലേക്ക് എത്തുമ്പോഴേക്കും VD സതീശൻ തന്നെ മുഖ്യമന്ത്രി എന്ന തരത്തിലേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ. അവിടെ VD സതീശന്റെ ചില ക്യാമ്പുകൾ, അത്തരം ക്യാമ്പുകളിലൊക്കെ ചില ചർച്ചകളൊക്കെ വരികയും അവിടെ നിന്ന് നമുക്ക് VDയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന വിവരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ആകുമ്പോഴും അത് VD തന്നെയാണോ KC ആണോ അതോ മറ്റൊരാളാണോ എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ തന്നെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിന് മണിക്കൂറുകൾക്കകം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ വേണ്ടി പോകുന്നു. ആ ഉത്തരം ആരുടെ പേരായാലും അത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ തുടർചലനങ്ങൾ, അനുരണനങ്ങൾ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയും നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഒരു പേര് പുറത്തു വരുന്നതോടുകൂടി അവസാനിക്കുമോ കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ, അല്ലെങ്കിൽ അതേ തുടർന്നുണ്ടാകുന്ന തുടർചലനങ്ങൾ എന്നതൊക്കെ അത്യന്തം കൗതുകകരമായ കാര്യം കൂടിയാണ്. അതുകൊണ്ടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഇന്ന് 10 ദിവസം പൂർത്തിയാകുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ട്. 10 ദിവസമായിട്ടും മുഖ്യമന്ത്രി ആരെന്നതിലേക്ക് എത്തപ്പെടാൻ പോലും പറ്റാത്തൊരു സാഹചര്യം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നു, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഉണ്ടാവുന്നു എന്നത് അവരുടെ നേതാക്കളെ മാത്രമല്ല ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ള ആളുകളെയും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ച ഒരു വിഷയമായിരുന്നു. എന്തായാലും ആ ഘടകകക്ഷി നേതാക്കളൊക്കെ പരസ്യമായി അവരുടെ അഭിപ്രായം തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. ഷിബു ബേബി ജോൺ അല്പസമയം മുമ്പ് പറഞ്ഞത് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ ഞാനിതിന് മറുപടി പറഞ്ഞേനെ എന്നാണ്. NK പ്രേമേന്ദ്രനുമുണ്ട് അതൃപ്തി. ലീഗ് നേരത്തെ തന്നെ അവരുടെ അതൃപ്തി തുറന്നു പറഞ്ഞതാണ്. തുടർ നീക്കങ്ങൾക്ക് അവർ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി ഇന്ന് രാവിലെ പിരിയുകയും ചെയ്തു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കൃത്യമായി VD സതീശന് അനുകൂലമായ ഒരു നിലപാട് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ UDF ഘടകകക്ഷികളൊക്കെ അതൃപ്തിയിലാണ്. കോൺഗ്രസിന്റെ MLA-മാർക്ക് പലർക്കും പുറത്തിറങ്ങി ജയിപ്പിച്ച ജനങ്ങളോട് നന്ദി പറയാൻ പോലും പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കുകയും ചെയ്തു. അതിൽ അവരും അതൃപ്തരാണ്.
അതിനിടയിലാണ് ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോകുന്നത്. അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യങ്ങൾ എത്തുന്നതിനുള്ള ചർച്ചകൾ അങ്ങനെ നീണ്ടു പോവുകയാണ്. പക്ഷേ ചില കൂട്ടർക്ക് അല്ലെങ്കിൽ പറവൂറുകാരെ സംബന്ധിച്ച് യാതൊരുവിധ തർക്കവുമില്ല. അവർ ഉറപ്പിച്ചു കഴിഞ്ഞു വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന. ഇന്ന് രാവിലെ മുതൽ വി ഡി സതീശന്റെ പറവൂരിലുള്ള വീട്ടിലേക്ക് യു ഡി എഫ് പ്രവർത്തകരുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെ ഒക്കെ ഒഴുക്കായിരുന്നു. കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ വി ഡി സതീശന്റെ വീട്ടിലെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. നമുക്ക് നോക്കാം വി ഡി സതീശന്റെ വീട്ടിൽ നിന്നുള്ള പ്രതികരണം എന്താണെന്ന്. ഇവിടുത്തെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടെ കൂടിയിരിക്കുന്ന ഒരാളും എയോ ഐയോ ഗ്രൂപ്പ് സംബന്ധമായിട്ടുള്ള ആരുമല്ല, സാധാരണ ജനങ്ങളാണ്. സാധാരണ ജനങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഒരു 5 മണിയോടുകൂടി വി ഡി സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസവും ആഗ്രഹവും. ഞങ്ങൾ 200% കോൺഫിഡൻസിലാണ് വീട് തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ഞങ്ങൾ ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നതാണ്. രാവിലെ തന്നെ ഞങ്ങളിവിടെ വന്നുകൂടിയതാണ്. ഇനി അതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ. അല്ല മറിച്ചാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം. യെസ്, പറവൂരിലെ വി ഡി സതീശന്റെ വീട്ടിൽ നിന്ന് സിബി ജോസഫ് കൂടി ചേരുന്നുണ്ട്. സിബി, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും പ്രവർത്തകർ വളരെ വലിയ ആവേശത്തിലാണ്. വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് തന്നെ അവർ ഉറപ്പിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ ലൈവ് കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ പ്രവർത്തകർ ഇരട്ടിയാണ് ഈ ആലുവ ദേശത്തെ വി ഡി സതീശൻ്റെ വീട്ടിൽ. സതീശൻ വീടിനകത്ത് തന്നെയുണ്ട്. പ്രവർത്തകർ എപ്പോഴും വളരെ വലിയ ആവേശത്തിലാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന ആ ഒരു പ്രഖ്യാപനം കാത്ത് നിൽക്കുകയാണ്.